ആഗോള നയതന്ത്ര സമവാക്യങ്ങളെയും മിഡിൽ ഈസ്റ്റിലെ രാഷ്ട്രീയ ചതുരംഗക്കളിയെയും പൂർണ്ണമായി മാറ്റിമറിക്കാൻ പോന്ന അതീവ പ്രാധാന്യമുള്ള ഒരു പ്രസ്താവനയുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വീണ്ടും രംഗത്തെത്തിയിരിക്കുകയാണ്. വാഷിംഗ്ടണും ടെഹ്റാനും തമ്മിൽ പതിറ്റാണ്ടുകളായി തുടരുന്ന കടുത്ത ശത്രുത നിലനിൽക്കുന്ന പശ്ചാത്തലത്തിലും ഇറാന്റെ പുതിയ പരമോന്നത നേതാവുമായി നേരിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്ക് താൻ തയ്യാറാണെന്ന സൂചനയാണ് ട്രംപ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ഇത്തരമൊരു കൂടിക്കാഴ്ച സാധ്യമായാൽ അത് തനിക്ക് ലഭിക്കുന്ന വലിയൊരു ബഹുമതിയായിരിക്കുമെന്നാണ് ട്രംപ് പരസ്യമായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. വൈറ്റ് ഹൌസിൽ മാധ്യമപ്രവർത്തകരുമായി സംസാരിക്കുമ്പോഴാണ് അന്താരാഷ്ട്ര തലത്തിൽ വൻ പ്രകമ്പനമുണ്ടാക്കിയ ഈ വെളിപ്പെടുത്തൽ അമേരിക്കൻ പ്രസിഡന്റ് നടത്തിയത്. യുഎസും ഇറാനും തമ്മിലുള്ള സംഘർഷങ്ങൾ അതിന്റെ അത്യുച്ചകോടിയിൽ നിൽക്കുന്ന ഈ സമയത്ത് ശത്രുരാജ്യത്തിന്റെ തലവനെ പരസ്യമായി പ്രശംസിക്കാനും ചർച്ചകൾക്ക് തയ്യാറാണെന്ന് അറിയിക്കാനും ട്രംപ് കാണിച്ച മനോഭാവം നയതന്ത്ര വിദഗ്ധരെ പോലും അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. യുദ്ധഭീതിയിൽ കഴിയുന്ന മിഡിൽ ഈസ്റ്റിന് പുതിയൊരു പ്രതീക്ഷ നൽകുന്നതാണ് ഈ അപ്രതീക്ഷിത നീക്കം. മാധ്യമ പ്രവർത്തകരുമായുള്ള ചർച്ചയ്ക്കിടയിൽ അതീവ സങ്കീർണവും വ്യക്തിപരവുമായ ഒരു ചോദ്യമാണ് ട്രംപിന് നേരെ ഉയർന്നത്. മുൻകാലങ്ങളിൽ അമേരിക്കൻ സൈനിക നടപടികളിലും വ്യോമാക്രമണങ്ങളിലും ഇറാന്റെ പരമോന്നത നേതാവിന്റെ കുടുംബാംഗങ്ങൾ കൊല്ലപ്പെട്ടിട്ടുള്ള പശ്ചാത്തലത്തിൽ പുതിയ ഇറാൻ ഭരണാധികാരിക്ക് അമേരിക്കയോടും ട്രംപിനോടും കടുത്ത വ്യക്തിവൈരാഗ്യവും അമർഷവും ഉണ്ടാകാൻ സാധ്യതയില്ലേ എന്നതായിരുന്നു ആ ചോദ്യം. മുൻകാലങ്ങളിലെ ചോരപ്പുഴകൾ ഇരുവർക്കും ഇടയിൽ ഒരു കടുത്ത തടസ്സമായി നിൽക്കില്ല എന്ന് മാധ്യമങ്ങൾ ട്രംപിനോട് ആരാഞ്ഞു. ഈ ചോദ്യത്തിന് അതീവ നയതന്ത്രപരമായ ശൈലിയിലാണ് ട്രംപ് മറുപടി കൊടുത്തത്. ഇറാന്റെ പുതിയ പരമോന്നത നേതാവിന്റെ ഏറ്റവും പ്രിയപ്പെട്ട വ്യക്തി ഒന്നുമായിരിക്കില്ല താനെന്ന് ട്രംപ് വളരെ ലളിതമായി സമ്മതിച്ചു. മുൻകാലങ്ങളിലെ സൈനിക ഏറ്റുമുട്ടലുകളും ഉപരോധങ്ങളും ഇരു രാജ്യങ്ങളും തമ്മിൽ വലിയ അകലമുണ്ടാക്കിയിട്ടുണ്ടെന്ന യാഥാർത്ഥ്യം തനിക്കറിയാമെന്ന് ട്രംപ് തന്റെ വാക്കുകളിലൂടെ അടിവരയിട്ട് പറയുകയായിരുന്നു. എന്നിരുന്നാലും ആഗോള രാഷ്ട്രീയത്തിലെ പല പ്രമുഖ കേന്ദ്രങ്ങളിലും ഇറാന്റെ പുതിയ ഭരണാധികാരിക്ക് വലിയൊരു ജനസമ്മതിയും ശക്തമായ കീർത്തിയുമുണ്ട് എന്ന കാര്യവും ട്രംപ് എടുത്തു പറഞ്ഞു. ശത്രുപക്ഷത്തുള്ള നേതാവാണെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ ഭരണപാടവത്തെയും രാഷ്ട്രീയ സ്വാധീനത്തെയും തരം താഴ്ത്തി കാണാൻ ട്രംപ് തയ്യാറായില്ല. ഈ ഒരു പരസ്യ പ്രശംസ തന്നെയാണ് വരും ദിവസങ്ങളിൽ അമേരിക്കയും ഇറാനും തമ്മിലുള്ള ചർച്ചകൾക്ക് വഴി തുറന്നേക്കുമെന്ന സൂചന നൽകുന്നത്. തനിക്കെതിരെ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലും രാഷ്ട്രീയ കേന്ദ്രങ്ങളിലും ഉയരുന്ന കടുത്ത വിമർശനങ്ങളെയും മോശം ചിത്രീകരണങ്ങളെയും ഈ അവസരത്തിൽ ട്രംപ് ഓർമ്മിപ്പിച്ചു. പൊതുരംഗത്ത് നിൽക്കുന്ന പ്രമുഖ വ്യക്തികളെ കുറിച്ച് മാധ്യമങ്ങൾ നൽകുന്ന നെഗറ്റീവ് വാർത്തകളും ചിത്രീകരണങ്ങളും പലപ്പോഴും തികച്ചും തെറ്റും യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് വളരെ അകന്നതുമായിരിക്കും. തന്നെക്കുറിച്ച് ലോകം പറയുന്ന പല കാര്യങ്ങളും തെറ്റാണെന്നതുപോലെ ഇറാന്റെ നേതാവിനെ കുറിച്ച് പ്രചരിക്കുന്ന കാര്യങ്ങളിലും വലിയ തിരുത്തലുകൾ ഉണ്ടാകാമെന്ന് ട്രംപ് സൂചിപ്പിച്ചു. പതിറ്റാണ്ടുകളായി തുടരുന്ന ഇറാൻ US ശത്രുതയുടെ ചരിത്രത്തിൽ വലിയൊരു വഴിത്തിരിവായാണ് ഈ പ്രസ്താവന വിലയിരുത്തപ്പെടുന്നത്. പ്രത്യേകിച്ചും ഇറാനിൽ പുതിയൊരു പരമോന്നത നേതാവ് അധികാരമേറ്റെടുത്ത ഈ നിർണായക ഘട്ടത്തിൽ വാഷിംഗ്ടണിൽ നിന്ന് ഇത്തരമൊരു അനുരഞ്ജനത്തിന്റെ ഭാഷ പുറത്തു വരുന്നത് ഗൗരവത്തോടെയാണ് ലോകം വീക്ഷിക്കുന്നത്. ഉപരോധങ്ങളും കടുത്ത സൈനിക ഭീഷണികളും കൊണ്ട് ഇറാനെ നേരിട്ടിരുന്ന ട്രംപിന്റെ ഈ ഭാവമാറ്റം വലിയൊരു തന്ത്രപരമായ മാറ്റത്തിന്റെ ഭാഗമായിരിക്കാം. ട്രംപിന്റെ ഈ പ്രസ്താവനയോട് ഇറാൻ ഭരണകൂടം ഔദ്യോഗികമായി എങ്ങനെ പ്രതികരിക്കുമെന്നത് ആഗോളതലത്തിൽ വലിയൊരു ചോദ്യചിഹ്നമാണ്. അമേരിക്കൻ ഉപരോധങ്ങൾ കാരണം ഇറാന്റെ സമ്പദ് വ്യവസ്ഥ വലിയ പ്രതിസന്ധി നേരിടുന്ന സാഹചര്യത്തിൽ ട്രംപുമായി നേരിട്ടുള്ള ഒരു ചർച്ചയ്ക്ക് ഇറാൻ തയ്യാറാകുമോ എന്നത് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. എന്നാൽ തങ്ങളുടെ മുൻകാല നേതാക്കളുടെയും രക്തസാക്ഷികളുടെയും ഓർമ്മകൾ നിലനിൽക്കെ അമേരിക്കയുമായി അത്ര പെട്ടെന്ന് കൈകോർക്കാൻ ഇറാന് കടുത്ത ആഭ്യന്തര സമ്മർദ്ദങ്ങൾ തടസ്സമായേക്കാം. മിഡിൽ ഈസ്റ്റിലെ മറ്റു പ്രമുഖ രാജ്യങ്ങളായ ഇസ്രയേൽ, സൗദി അറേബ്യ തുടങ്ങിയ രാജ്യങ്ങളും ട്രംപിന്റെ ഈ പുതിയ നീക്കത്തെ വളരെ ആശങ്കയോടെയാണ് നോക്കിക്കാണുന്നത്. ഇറാന്റെ ആണവ പദ്ധതികൾക്കും സൈനിക മുന്നേറ്റങ്ങൾക്കുമെതിരെ അമേരിക്കയുടെ കടുത്ത പിന്തുണ ഉറപ്പാക്കാൻ ശ്രമിക്കുന്ന ഇസ്രയേലിന് ട്രംപ് ഇറാന് നേരെ സൗഹൃദ ഹസ്തം നീട്ടുന്നത് വലിയൊരു ആഘാതമായിരിക്കും. മേഖലയിലെ പ്രാദേശിക സമവാക്യങ്ങളെ ഇത് വലിയ രീതിയിൽ ഉലച്ചേക്കാം. അമേരിക്കൻ രാഷ്ട്രീയത്തിലും ഈ പ്രസ്താവന വലിയ രീതിയിൽ ചർച്ചയായി കഴിഞ്ഞു. ട്രംപിന്റെ കടുത്ത രാഷ്ട്രീയ എതിരാളികൾ ഇതിനെ ഒരു വിദേശ നയ പരാജയമായി ചിത്രീകരിക്കുമ്പോൾ അദ്ദേഹത്തെ അനുകൂലിക്കുന്നവർ ഇതിന് വലിയൊരു നയതന്ത്ര ദീർഘവീക്ഷണമായിട്ടാണ് കാണുന്നത്.
യുദ്ധങ്ങളില്ലാതെ ചർച്ചകളിലൂടെ മിഡിൽ ഈസ്റ്റിൽ സമാധാനം കൊണ്ടുവരാൻ ട്രംപിന് മാത്രമേ സാധിക്കൂ എന്ന് അദ്ദേഹത്തിന്റെ അനുയായികൾ ഉറച്ചു വിശ്വസിക്കുന്നു. ഈ കൂടിക്കാഴ്ച നടക്കുകയാണെങ്കിൽ അത് ആഗോള ഇന്ധന വിപണിയിലും വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും. ഇറാന്റെ മേലുള്ള എണ്ണ ഉപരോധങ്ങൾ നീക്കം ചെയ്യപ്പെടുന്ന സാഹചര്യമുണ്ടായാൽ ലോക വിപണിയിലേക്ക് വലിയ തോതിൽ ഇന്ധനം ഒഴുക്കിയെത്തുകയും അത് ആഗോളതലത്തിൽ വിലക്കയറ്റം കുറയ്ക്കാൻ സഹായിക്കുകയും ചെയ്യും. സാമ്പത്തിക ലോകം അതീവ താൽപര്യത്തോടെയാണ് ഈ നയതന്ത്ര ചലനങ്ങളെ നിരീക്ഷിക്കുന്നത്. അതിനൂതനമായ സൈനിക ശക്തിയും സാങ്കേതിക വിദ്യകളും ഉപയോഗിച്ച് പരസ്പരം പോരടിക്കുന്നതിനേക്കാൾ നല്ലത് രാഷ്ട്രതലവന്മാർ നേരിട്ട് ഇരുന്ന് സംസാരിക്കുന്നതാണെന്ന ട്രംപിന്റെ മുൻകാല നിലപാടുകളുടെ തുടർച്ചയാണിത്. മുൻപ് ഉത്തര കൊറിയൻ നേതാവ് കിം ജോങ് ഉന്നുമായി നടത്തിയ ചരിത്രപരമായ കൂടിക്കാഴ്ചയ്ക്ക് സമാനമായ ഒരു നീക്കത്തിനാണ് ട്രംപ് ഇപ്പോൾ ഇറാനുമായി കളമൊരുക്കുന്നത്. വൻ ശക്തികൾ തമ്മിലുള്ള നേരിട്ടുള്ള ആശയവിനിമയം വലിയൊരു യുദ്ധം ഒഴിവാക്കാൻ സഹായിച്ചേക്കും. പൊതു വ്യക്തിത്വങ്ങളെ മാധ്യമങ്ങൾ തെറ്റായി ചിത്രീകരിക്കുന്നുവെന്ന ട്രംപിന്റെ വാദം മാധ്യമ സ്വാതന്ത്ര്യത്തെക്കുറിച്ചും രാഷ്ട്രീയ പ്രചാരണങ്ങളെക്കുറിച്ചുമുള്ള വലിയ സംവാദങ്ങൾക്ക് വീണ്ടും തുടക്കമിട്ടിട്ടുണ്ട്. രാഷ്ട്രീയ നേതാക്കളുടെ യഥാർത്ഥ മുഖവും മാധ്യമങ്ങൾ ഉണ്ടാക്കുന്ന പ്രതിച്ഛായയും തമ്മിൽ വലിയ വ്യത്യാസമുണ്ടെന്ന ട്രംപിന്റെ പ്രസ്താവന തന്റെ സ്വന്തം അനുഭവങ്ങളിൽ നിന്ന് ഉരുത്തിരിഞ്ഞതാണെന്ന് വ്യക്തമാണ്. ഇത് ശത്രുപക്ഷത്തുള്ള നേതാവിനോടുള്ള ഒരു മാനുഷികമായ സമീപനമായി പോലും വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട്. ഇറാന്റെ പുതിയ പരമോന്നത നേതാവുമായി ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് അറിയിച്ചുകൊണ്ട് ഡൊണാൾഡ് ട്രംപ് എറിഞ്ഞ നയതന്ത്ര ബോംബ് ആഗോള രാഷ്ട്രീയത്തെ ഒന്നടങ്കം ഉണർത്തിയിരിക്കുകയാണ്. വെടിയുണ്ടകൾക്കും ഭീഷണികൾക്കും അപ്പുറം സമാധാനത്തിന്റെ ഒരു പുതിയ പാത മിഡിൽ ഈസ്റ്റിൽ തുറക്കപ്പെടുമോ എന്ന് ലോകം ഉറ്റുനോക്കുന്നു. വരും ദിവസങ്ങളിൽ ടെഹ്റാനിൽ നിന്നുണ്ടാകുന്ന ഔദ്യോഗിക പ്രതികരണത്തെ ആശ്രയിച്ചിരിക്കും ഈ വലിയ നയതന്ത്ര നീക്കത്തിന്റെ ഭാവി തീരുമാനിക്കപ്പെടുക.